We can learn the last topic in module 6, encrypted tunnels. Firewalls and encryption. Firewalls actually ചെയ്യുന്ന ഒരു filtering ആണ്. Hackers take advantage of a lack of encryption. Encryption ഇല്ലെങ്കിൽ hackersന് അത് read ചെയ്യാനായിട്ട് പറ്റും. Encryption preserves data integrity. Integrity means data is not altered. Increases confidentiality means secrecy. Is relied upon by user authentication. Plays a fundamental role in enabling virtual private networks. We can see how the hacker attacks an unencrypted packet. So ഇവിടെ LAN 1, then this is LAN 2. LAN 1 നിന്ന് ഒരു പാക്കറ്റ് LAN 2ലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പോൾ LAN 1ന്റെ ഫയർവാൾ ഇത് ചെക്ക് ചെയ്യുന്നു. Then unencrypted packet before encountering a hacker. Unencrypted എന്ന് പറഞ്ഞാൽ ഡാറ്റ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടായിരിക്കും. ഡാറ്റ ക്യാൻ ബി റെഡ് ബൈ എനിവൺ ഇൻ ദ നെറ്റ്വർക്ക് ആൻഡ് ഹെഡർ ഉണ്ടായിരിക്കും ഇതിന്. ദെൻ ഇന്റർനെറ്റിൽ കൂടെ ഇത് ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ഹാക്കറാണ് വിളിക്കുന്നത്. ഹാക്കറിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഹെഡർ കറക്റ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഡാറ്റയും കറക്റ്റ് ചെയ്യാൻ പറ്റും. അൺഎൻക്രിപ്റ്റഡ് പാക്കറ്റ് ആഫ്റ്റർ എൻകൗണ്ടറിങ് എ ഹാക്കർ. ഹാക്കർ ഈ പാക്കറ്റിനെ ചേഞ്ച് ചെയ്തു, ഹെഡറിനെയും കറക്റ്റ് ചെയ്തു, ഡാറ്റനെയും കറക്റ്റ് ചെയ്തു. ദെൻ LAN 2ലേക്ക് ഈ പാക്കറ്റ് പോകും. ഹാക്കർ ആൻഡ് an encrypted പാക്കറ്റ്. ഇപ്പോൾ LAN 1 നിന്ന് LAN 2ലേക്ക് അഗെയിൻ ഒരു പാക്കറ്റ് ട്രാവൽ ചെയ്യാണ്. ഇപ്പോൾ എൻക്രിപ്റ്റഡ് എന്ന് പറയുമ്പോൾ ഹെഡർ ഡാറ്റയും ഇതിനെ കംപ്ലീറ്റ്ലി ഈ പാക്കറ്റിനെ എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്, എൻക്രിപ്ഷൻ. ദെൻ ഹാക്കറിന് ഈ പാക്കറ്റിനെ ഒന്നും മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല, ഹെഡറിനെ അതുപോലെ ഡാറ്റേനെ മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. എൻക്രിപ്റ്റഡ് പാക്കറ്റ് ആഫ്റ്റർ എൻകൗണ്ടറിങ് ഹാക്കർ. ദെൻ ഈ ഫയർവാളിൽ കൂടെ യൂസർ 2ലേക്ക് പോകും. ദ കോസ്റ്റ് ഓഫ് എൻക്രിപ്ഷൻ. CPU റിസോഴ്സസ് ആൻഡ് ടൈം. കൂടുതൽ CPU റിസോഴ്സസും ടൈമും എൻക്രിപ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതൊക്കെയാണ് എൻക്രിപ്ഷന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. എൻക്രിപ്റ്റഡ് പാക്കറ്റ്സ്, പാക്കറ്റ് ലെവലിലുള്ള എൻക്രിപ്ഷൻ ആണ് ഇവിടെ പറയുന്നത്. മെസ്സേജ് ലെവൽ എൻക്രിപ്ഷൻ അല്ല, പാക്കറ്റ് ലെവൽ എൻക്രിപ്ഷൻ. Encrypted packets may need to be padded to uniform length to ensure that some algorithms work effectively. Cryptographic algorithms ബ്ലോക്ക് സൈസ് ഉണ്ടായിരിക്കും. അപ്പോൾ ബ്ലോക്ക് സൈസ് മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ ബ്ലോക്ക് സൈസ് ഈക്വൽ ആക്കാനായിട്ട് കൂടുതൽ പാഡിംഗ് ബിറ്റ്സ് യൂസ് ചെയ്യേണ്ടി വരും. ക്യാൻ റിസൾട്ട് ഇൻ സ്ലോ ഡൗൺസ്. മോണിറ്ററിംഗ് ക്യാൻ ബർഡൻ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ. ദെൻ പ്രിസർവിംഗ് ഡാറ്റ ഇന്റഗ്രിറ്റി. ഡാറ്റ ഇന്റഗ്രിറ്റി മീൻസ് കോൺഫിഡൻഷ്യാലിറ്റി. ജസ്റ്റ് എൻക്രിപ്ഷൻ മാത്രമാണെങ്കിൽ അതിന് ഇന്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. മോഡിഫിക്കേഷൻസ് ഉണ്ടായിരിക്കാം, മോഡിഫിക്കേഷൻസ് വരാം ആസ് എ റിസൾട്ട് ഓഫ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്സ്. സോ മോഡിഫിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട്, അതായത് ഡാറ്റ ഇന്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസ് ചെയ്യാം. മെയിൻറ്റെയിനിങ് കോൺഫിഡൻഷ്യാലിറ്റി. എൻക്രിപ്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഇൻഫർമേഷനെ കൺസീൽ ചെയ്യണം, ഇൻഫർമേഷനെ ഹൈഡ് ചെയ്യണം. സോ കോൺഫിഡൻഷ്യാലിറ്റി ഓർ സീക്രസി പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ authenticating network clients authentication, firewalls needs to trust that the person's claimed identity is genuine. Firewalls that handle encryption can be used to identify individuals who have digital ID cards that include encrypted codes like digital signatures, public keys, private keys. ഇതൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. Enabling virtual private networks. Virtual private networks പറയുമ്പോൾ പ്രൈവറ്റ് നെറ്റ്വർക്ക് ആയിരിക്കും, വെർച്വൽ ആയിരിക്കും. As an integral part of VPNs, encryption എന്ന് പറഞ്ഞാൽ VPNsന്റെ ഒരു important part ആണ്. This enables the firewall to determine whether the user who wants to connect to the VPN is actually authorized to do so. Encodes the data payload to maintain privacy. Virtual private networksന്റെ structure എങ്ങനെയായിരിക്കും? അതായത് ഇപ്പോൾ ഒരു യൂസർ സിസ്റ്റം വിത്ത് IP സെക്യൂരിറ്റി. IP സെക്യൂരിറ്റി മീൻസ് നെറ്റ്വർക്ക് ലെയർ. IP മീൻസ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. നെറ്റ്വർക്ക് ലെയർ സെക്യൂരിറ്റി. നെറ്റ്വർക്ക് ലെയറിൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം. പ്രൊവൈഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് IP ഹെഡർ, IP സെക്യൂരിറ്റി ഹെഡർ, ദെൻ സെക്യൂർ IP പേലോഡ്. ഇതിനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇന്റർനെറ്റിൽ കൂടെ. പബ്ലിക് നെറ്റ്വർക്ക് ഓർ പ്രൈവറ്റ് നെറ്റ്വർക്കിൽ കൂടെ ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഓരോ ഇതിൽ നിന്ന് ഒരു ഫയർവാൾ വിത്ത് IP സെക്യൂരിറ്റി ആണ് ഇതിൽ യൂസ് ചെയ്യേണ്ടത്. ഫയർവാൾ ഓൾസോ വിച്ച് സപ്പോർട്ട്സ് IP സെക്യൂരിറ്റി. സോ IP ഹെഡർ, IP സെക്യൂരിറ്റി ഹെഡർ, സോഴ്സ് IP പേലോഡ്. അഗെയിൻ ദെൻ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഇതിന്റെ IP സെക്യൂരിറ്റി ഹെഡർ മാറ്റി. ഫയർവാൾ ഇതിന്റെ IP സെക്യൂരിറ്റി ഹെഡറിനെ റിമൂവ് ചെയ്ത് IP ഹെഡറും IP പേലോഡുമായിട്ട് ഈ ഇതിലേക്ക് കൊടുക്കുന്നു. ദെൻ ഇവിടെ ഇതുപോലെ ഫയർവാൾ വിത്ത് IP സെക്യൂരിറ്റി, അതിന്റെ സെക്യൂരിറ്റി പാർട്ട് റിമൂവ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊടുക്കും. IP സെക്യൂരിറ്റി എന്ന് പറയുന്ന പ്രോട്ടോകോൾ, അതിന്റെ പ്രോട്ടോകോൾസ് ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. Virtual private networks. The virtual private network offers an attractive solution to network managers. So virtual private networks, it's a private network. ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിനെ ത്രൂ ഇന്റർനെറ്റ് ഒരു വിർച്വൽ കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റണം. ഒരു റിമോട്ട് ആയിട്ടിരിക്കുന്ന ഒരു യൂസറിന് ഈ പ്രൈവറ്റ് നെറ്റ്വർക്ക് ആയിട്ട്, ഇപ്പോൾ ഒരു ഓഫീസിന്റെ ഒരു പ്രൈവറ്റ് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ആ ഓഫീസിന്റെ ഒരു എംപ്ലോയിക്ക് റിമോട്ട് ആയിട്ട് ഈ പ്രൈവറ്റ് നെറ്റ്വർക്കിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റണം. ലൈക്ക് ഹീ സിറ്റിംഗ് ഓൺ ഹിസ് ഓൺ ഓഫീസ്. എങ്ങനെയാണോ ആക്സസ് ചെയ്യുന്നത് അതുപോലെ തന്നെ
വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തിരുന്നിട്ട് ഈ നെറ്റ്വർക്കിനെ ത്രൂ ഇന്റർനെറ്റ് ഈ പ്രൈവറ്റ് നെറ്റ്വർക്കിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റണം. The virtual private network offers an attractive solution to network managers. The VPN consists of a set of computers that is interconnected by means of a relatively unsecure network that make use of encryption and special protocols to provide security. അപ്പോൾ encryption special protocols വെച്ചിട്ടാണ് VPN security provide ചെയ്യുന്നത്. At each corporate site, workstations, servers and databases are linked by one or more local area networks. ആണ് private network കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The internet or some other public network can be used to interconnect these sites, providing a cost savings over the use of the private network. The same public network or internet use ചെയ്തിട്ട് remote sites-ലുള്ള employees-നെ corporate office-നെ access ചെയ്യാനായിട്ട് പറ്റും. If IPsec is implemented in a separate box behind the firewall, then VPN traffic passing through the firewall in both directions is encrypted. In this case, the firewall is unable to perform its filtering function or other security functions such as access control, logging or scanning of viruses. IPsec security ഇതിൽ implement ചെയ്യേണ്ടത് firewall ഒരു റൂട്ടറിലായിരിക്കും, boundary routerലാണ് IP security ഇതിൽ implement ചെയ്യുന്നത്, outside the firewall. This device is likely to be less secure than the firewall and thus less desirable as an IP security platform.